പ്രിയപ്പെട്ടവരെ, കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, 2026 ജനുവരി 1 തീയതിയായ ഇന്ന് നിനക്ക് ഇതുവരെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധം അഗാധവും ആർദ്രവുമായ ഒരു സാമീപ്യത്താൽ ഞാൻ നിന്നെ പൊതിയുന്നു. ഒരു പുതിയ വർഷത്തിന്റെ പടിവാതിൽക്കലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നീ ഇവിടെ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയുക. ഞാനിവിടെയുണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നതുപോലെ, നിന്റെ ശ്വാസത്തേക്കാൾ അടുത്തുണ്ടായിരുന്നതുപോലെ. ഈ നിമിഷം നിന്റെ ഉള്ളിൽ ഉദിച്ചുയരുന്ന ഓരോ കുഞ്ഞു പ്രതീക്ഷകളെയും ഞാൻ നോക്കി നിൽക്കുകയാണ്. ഈ ദിവസത്തിലേക്ക് നീ കടന്നുവരുമ്പോൾ നിന്റെ ഉള്ളിൽ ബാക്കിയാകുന്ന ചില നിശബ്ദമായ ചോദ്യങ്ങൾ ഞാൻ കാണുന്നു. ഈ വർഷമെങ്കിലും മാറ്റമുണ്ടാകുമോ? ഞാൻ ഇത്രയും കാലം ദാഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുമോ? കണ്ണിൽ കാണാത്ത ഈ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ എനിക്ക് കരുത്തുണ്ടാകുമോ? എന്നിങ്ങനെ നിന്റെ ഹൃദയം മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, കലണ്ടറിലെ താളുകൾ മറയുന്നതിന് മുൻപ്, അർദ്ധരാത്രിയിൽ സമയത്തിന്റെ സൂചി നീങ്ങുന്നതിന് മുൻപ് തന്നെ ഈ വർഷത്തെ ഓരോ ദിവസവും ഞാൻ എന്റെ കൈകളിൽ പിടിച്ചിരുന്നു. 2026 നിന്നെ കാത്തിരിക്കുന്ന ഒന്നും തന്നെ എന്നിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല. ഈ ആദ്യ ദിനം വെറുമൊരു സമയചക്രത്തിന്റെ തുടക്കമല്ല, മറിച്ച് നിന്റെ ആത്മാവിനായി ഞാൻ ഒരുക്കിയ വിശുദ്ധമായൊരു ആരംഭമാണ്. ഈ ലോകം ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾക്കും താരതമ്യങ്ങൾക്കും വഴങ്ങി വലിയ പ്രതിജ്ഞകളെടുക്കാനും പുതിയ തീരുമാനങ്ങൾ കുറിക്കാനും തിടുക്കം കൂട്ടുന്നുണ്ടാകാം. എന്നാൽ ഞാൻ നിന്നെ ക്ഷണിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു തുടക്കത്തിലേക്കാണ്. ഇത് കഠിനമായി പ്രയത്നിച്ചു നേടേണ്ട ഒന്നല്ല, മറിച്ച് പൂർണ്ണമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. ഭൂതകാലത്തെ തെറ്റുകൾ ആവർത്തിക്കുമോ എന്ന ഭയത്തിലല്ല ഇത് പടുത്തുയർത്തേണ്ടത്, മറിച്ച് നിന്റെ ഉള്ളിൽ ഞാനൊരു പുതിയ പ്രവൃത്തി ചെയ്യുന്നു എന്ന ബോധ്യത്തിലാണ്. നിന്റെ പഴയ വ്യക്തിത്വത്തെ മായ്ച്ചുകളയലല്ല ഇന്നത്തെ പ്രസക്തി, മറിച്ച് എന്നിലൂടെ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയലാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, ഈ വർഷത്തേക്ക് നീ കടന്നുവരുമ്പോൾ നിന്റെ ചുമലിലുള്ള ആ ഭാരം ഞാൻ അറിയുന്നു. മറ്റുള്ളവർ ആഘോഷിക്കുന്നത് കണ്ടുനിൽക്കുമ്പോഴും നിന്റെ ഹൃദയത്തിന്റെ ചില കോണുകളിൽ ഇന്നും നിരാശയും ദുഃഖവും ആശയക്കുഴപ്പവും തളർച്ചയും ബാക്കിയാണെന്ന് ഞാൻ കാണുന്നു. മറ്റൊരു വർഷത്തെ നേരിടാൻ നീ ശരിക്കും തയ്യാറാണോ എന്ന് നീ സംശയിച്ചു. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണാതെ എത്ര നാൾ കൂടി ഇങ്ങനെ മുന്നോട്ടു പോകണമെന്ന് നീ ആകുലപ്പെട്ടു. എന്നാൽ ഇത് വ്യക്തമായി കേൾക്കുക. നീ എത്രത്തോളം സജ്ജനാണെന്ന് നോക്കിയല്ല ഞാൻ നിന്നെ അളക്കുന്നത്. നിന്റെ സ്വന്തം കരുത്തിൽ നീ ഈ വർഷം നടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോടൊപ്പം നടക്കാനുള്ള നിന്റെ മനസ്സുണ്ടല്ലോ, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ 2026 നോക്കുമ്പോൾ ഒരു അജ്ഞാത പാതയാണ് കാണുന്നത്. എന്നാൽ ഞാനതിനെ നോക്കുമ്പോൾ എന്റെ ജ്ഞാനത്താൽ ഇതിനകം എഴുതിക്കഴിഞ്ഞ ഓരോ ചെറിയ കാര്യങ്ങളും കാണുന്നു. നീ വെളുത്ത കടലാസുകൾ കാണുമ്പോൾ ഞാനവിടെ അർത്ഥവത്തായ ഒരു കഥ കാണുന്നു. നിനക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ വ്യാകുലപ്പെടുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ പൂർത്തിയാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി കാണണം എന്ന ഭാരം നീ ഇന്ന് താഴെ വയ്ക്കുക. നിനക്ക് വേണ്ട സംരക്ഷണമൊരുക്കാനോ പദ്ധതികൾ തയ്യാറാക്കാനോ നിനക്ക് തന്നെ ഊർജ്ജമാകാനോ നീ കടപ്പെട്ടവനല്ല. നിന്റെ പരിചയായും വഴികാട്ടിയായും സംരക്ഷകനായും ആശ്വാസകനായും ഞാൻ നിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞുപോയ വർഷങ്ങളിലെ അതേ പരാജയങ്ങൾ ഈ വർഷവും ആവർത്തിക്കുമെന്ന് നിന്റെ ഉള്ളിലെ ഭയം മന്ത്രിക്കുന്നുണ്ടാകാം. നിന്റെ അധ്വാനങ്ങൾ വീണ്ടും അവഗണിക്കപ്പെടുമെന്നും നിന്റെ സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുമെന്നും നീ പേടിക്കുന്നു. നിന്റെ മനസ്സിന്റെ നന്മയെ ബലഹീനതയായി ലോകം വിളിക്കുമെന്ന് നീ ഭയപ്പെടുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ വർഷം വെറുമൊരു ആവർത്തനമല്ല, ഇത് ലക്ഷ്യബോധമുള്ള ഒരു പാതയാണ്. നിന്റെ പഴയ വേദനകൾ വീണ്ടും അനുഭവിപ്പിക്കാനല്ല ഞാൻ നിന്നെ ഇവിടം വരെ എത്തിച്ചത്. നിന്റെ ഭൂതകാലത്തെ പുതിയ കാര്യങ്ങൾക്കുള്ള വിത്തുകളാക്കി മാറ്റാനാണ് ഞാൻ നിന്നെ മുൻപോട്ട് നയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നീ പാകിയ ചില വിത്തുകൾ ഇന്നും മണ്ണിൽ നിന്ന് പുറത്തേക്കു വന്നിട്ടില്ല. അവ നശിച്ചുപോയോ എന്നും നീ തെറ്റായ വഴിയിലാണോ എന്നും നീ സംശയിച്ചു. എന്റെ പ്രിയപ്പെട്ടവനെ, നീ പാകിയ പല വിത്തുകളും ഭൂമിക്കടിയിൽ മറയ്ക്കപ്പെട്ടതാണ്. അവ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രകാശത്തിലേക്ക് വരുന്നതിനു മുൻപ് ചില വിത്തുകൾക്ക് മണ്ണടിയിൽ നീണ്ട കാലം വളരേണ്ടതുണ്ട്. ഈ നിമിഷം കാണുന്നതിനെ മാത്രം വെച്ച് നീ വിധിയെഴുതരുത്. നീ പ്രാർത്ഥിച്ചതും നീ ത്യാഗം ചെയ്തതും നീ എനിക്കായി സമർപ്പിച്ചതും ഒന്നും ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് നീ വിശ്വസിക്കുക. 2026 ഈ ആദ്യ ദിനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിനക്കുണ്ടായ നിരാശകളുടെയും സങ്കടങ്ങളുടെയും കഷ്ണങ്ങൾ ഞാൻ എന്റെ കൈകളിൽ ശേഖരിക്കുന്നു. സമയം വിരലുകൾക്കിടയിലൂടെ ചോർന്നുപോയെന്നും ഒന്നും മാറിയില്ലെന്നും നീ നിശബ്ദമായി കരയുന്നത് ഞാൻ കണ്ടു. നിന്റെ കാത്തിരിപ്പ് വെറുതെയായെന്ന് നീ വിചാരിച്ച ഇടങ്ങളിൽ ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു. ഈ വികാരങ്ങളുടെ പേരിൽ ഞാൻ നിന്നെ വഴക്കു പറയില്ല.
പകരം അവയെല്ലാം എന്നെ ഏൽപ്പിക്കാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ഇപ്പോഴെങ്കിലും എല്ലാം മാറേണ്ടതായിരുന്നു. അവർ എന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നിങ്ങനെ നീ ഓർക്കുന്ന ഓരോ കാര്യങ്ങളും എന്റെ കൈകളിൽ വയ്ക്കുക. ഈ പുതിയ വർഷം നിന്റെ വേദനകളെ അവഗണിക്കാനുള്ളതല്ല, മറിച്ച് അവ എനിക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. നിന്റെ ആത്മാവിനെ തളർത്തുന്ന ചില ഭാരങ്ങളുമായി നിനക്ക് ഈ വർഷം മുന്നോട്ടു പോകാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഏറ്റെടുത്ത ചില ഉത്തരവാദിത്തങ്ങൾ അത്രയും കാലം ചുമക്കാൻ നിനക്ക് ബാധ്യതയില്ലായിരുന്നു. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നീ ചുമന്ന പല കാര്യങ്ങളും ഇന്ന് താഴെ വയ്ക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നീ നിന്റെ സ്വന്തം വേദനകൾ അടക്കിപ്പിടിക്കുന്നത് ഞാൻ കണ്ടു. നിന്റെ സ്നേഹത്തെ ഞാൻ മാനിക്കുന്നു. എങ്കിലും നിന്റെ ഉള്ളിലെ തളർച്ചയും ഞാൻ കാണുന്നുണ്ട്. നിന്നെത്തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം നിന്നിലെ ദൈവീക സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. വിശ്രമം ആവശ്യമായി വരുന്നത് സ്വാർത്ഥതയല്ല, അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് സ്നേഹമില്ലായ്മയല്ല. ഞാൻ നിന്നോടൊരു വലിയ സത്യം പറയുന്നു, നീ ഒട്ടും പിന്നിലല്ല. നിനക്ക് വൈകിയിട്ടില്ല. നിന്റെ ജീവിതത്തിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് നീ പുറത്തായിട്ടുമില്ല. നിന്റെ വേഗതയല്ല, മറിച്ച് എന്നോടൊപ്പം നടക്കാനുള്ള നിന്റെ സന്നദ്ധതയാണ് ഞാൻ നോക്കുന്നത്. ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് ചിലപ്പോൾ വഴികൾ സാവധാനമാകുന്നത്. മറ്റുള്ളവർ നേട്ടങ്ങൾ ആഘോഷിക്കുന്നത് കണ്ട് നിന്നെ താഴ്ത്തിക്കെട്ടരുത്. നിശബ്ദമായ ഇടങ്ങളിലാണ് ഞാൻ വലിയ പ്രവർത്തികൾ ചെയ്യുന്നത്. ലോകത്തിനു മുൻപിൽ നിന്നെ വെളിപ്പെടുത്തുന്നതിനു മുൻപ് നിഗൂഢമായ ഇടങ്ങളിൽ ഞാൻ നിന്നെ പാകപ്പെടുത്തുന്നു. നീ ആകാൻ ആഗ്രഹിക്കുന്ന ആരോ ഒരാളാകാൻ തിടുക്കം കൂട്ടുന്നതിനു പകരം എന്നിൽ നീ ആരാണെന്നറിഞ്ഞു വിശ്രമിക്കുക. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ സ്നേഹിക്കപ്പെട്ടവനാണ്. നീ ശ്രദ്ധിക്കപ്പെട്ടവനാണ്. നീ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് വഴി നടത്തപ്പെടേണ്ട എന്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നീ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല തുടങ്ങുന്നതെന്ന് ഓർക്കുക. കൃപയാൽ പുതിയപ്പെട്ട ഒരിടത്തു നിന്നാണ് നീ ആരംഭിക്കുന്നത്. ഈ വർഷം പുതിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം, പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഒരിടത്തും നീ തനിച്ചായിരിക്കില്ല. ഓരോ ഭയത്തിനു മുകളിൽ എന്റെ സാന്നിധ്യം ശബ്ദമുയർത്തും. ഈ വർഷം നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ പുതിയ വ്യക്തികളെ കൊണ്ടുവരും. നിന്നെ ആഴത്തിൽ മനസ്സിലാക്കുന്നവരും നിന്റെ യാത്രയിൽ നിനക്ക് പ്രോത്സാഹനം നൽകുന്നവരുമായിരിക്കും അവർ. അതേസമയം തന്നെ ചില ബന്ധങ്ങളെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് സാവധാനം അകറ്റുകയും ചെയ്യും. അത് നിങ്ങളെ ശിക്ഷിക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരാനാവശ്യമായ ഇടം നൽകാനാണ്. ആഗമനങ്ങളിലും വിടവാങ്ങലുകളിലും ഞാൻ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുക. നിന്റെ ഹൃദയമിടിപ്പിനേക്കാൾ അടുത്ത് ഞാൻ എപ്പോഴുമുണ്ടാകും. കൂടുതൽ പ്രതീക്ഷിച്ചാൽ അത് വീണ്ടും തകരുമോ എന്ന് നിന്റെ ഹൃദയം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രതീക്ഷകളെ നീ തന്നെ കുറച്ചുവെക്കുന്നു. എന്നാൽ കുറഞ്ഞ പ്രതീക്ഷകളിൽ ജീവിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. പരാജയങ്ങളെ പേടിച്ച് മരവിച്ച് ജീവിക്കാനല്ല, മറിച്ച് എന്നിലുള്ള ഉറപ്പോടെ ധീരമായി സ്വപ്നം കാണാനാണ് ഞാൻ നിന്നെ ഒരുക്കിയത്. കണ്ണുനീരില്ലാത്ത ഒരു വർഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ എന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നിന്റെ ഓരോ തീരുമാനത്തിലും നിന്റെ ഓരോ വീഴ്ചത്തിലും ഞാൻ നിനക്ക് തുണയായിരിക്കും. നീ ഇതുവരെ കാണാത്ത പുതിയ വാതിലുകൾ ഈ വർഷം നിനക്ക് മുൻപിൽ തുറക്കപ്പെടും. നീ പണ്ടേ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾക്ക് ഈ വർഷം മറുപടി ലഭിക്കും. ചില മാറ്റങ്ങൾ നീ പ്രതീക്ഷിക്കാത്ത അത്ര വലുതായിരിക്കും. അവ സ്വീകരിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് നീ സംശയിക്കരുത്. നിന്റെ യോഗ്യത നോക്കിയല്ല, മറിച്ച് നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിവ നൽകുന്നത്. പഴയ ചിന്താഗതികളും ഭയവും നിന്നെ പിന്നോട്ടു വലിക്കുമ്പോൾ ഓർക്കുക, ഇന്നലത്തെ ഭയങ്ങളിൽ തളച്ചിടപ്പെടേണ്ടവനല്ല നീ. പുതിയ തീരുമാനങ്ങളെടുക്കാൻ നിനക്ക് അധികാരമുണ്ട്. പേടിമൂലം മുൻപ് വേണ്ട എന്ന് പറഞ്ഞ ഇടങ്ങളിൽ അതെ എന്ന് പറയാൻ നിനക്ക് സാധിക്കും. വലിയ അടയാളങ്ങളിലൂടെ മാത്രമല്ല, നിന്റെ ഉള്ളിലെ ചെറിയ മാറ്റങ്ങളിലൂടെയും ഞാൻ നിന്നെ നയിക്കും. അനാവശ്യമായ പരിഭ്രാന്തികൾക്ക് പകരം ഒരു ചെറിയ സമാധാനം നിന്റെ ഉള്ളിൽ നിറയുന്നത് നീ അറിയും. ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടതല്ല എന്ന് നിന്റെ മനസ്സ് മന്ത്രിക്കും. ആ ആന്തരിക പ്രേരണകളെ നീ അവഗണിക്കരുത്. 2026 നീ എന്നെ കൂടുതൽ വേഗത്തിൽ വിശ്വസിക്കാൻ പഠിക്കണം. നിനക്ക് തെറ്റുപറ്റിയാൽ അത് വർഷത്തിന്റെ പരാജയമായി കാണരുത്. എന്റെ കൈ പിടിച്ചു വീണ്ടും എഴുന്നേൽക്കുക. നിന്റെ തെറ്റുകളേക്കാൾ ആഴമുള്ളതാണ് എന്റെ കരുണ. 2026 ജനുവരി 1-ാം തീയതിയായ ഇന്ന് നിന്റെ സ്വപ്നങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇനിയും പൂർണ്ണമാകാത്ത നിന്റെ രോഗശാന്തിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെയും നിന്റെ തീരുമാനങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ വിശ്രമവേളകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ ശക്തനായിരിക്കുന്ന ദിവസങ്ങളെയും നീ ബലഹീനനായിരിക്കുന്ന ദിവസങ്ങളെയും ഞാൻ ഒരുപോലെ അനുഗ്രഹിക്കുന്നു. കാരണം
ആ 2 അവസ്ഥകളിലും ഞാൻ നിന്നോടൊപ്പമുണ്ടായിരിക്കും. ഈ വർഷം നീ തനിച്ചു പണിയേണ്ട ഒന്നല്ല, എന്നോടൊപ്പം ചേർന്ന് പണിയേണ്ട ഒന്നാണ്. നിന്റെ പ്രഭാതങ്ങളിലും നിന്റെ പദ്ധതികളിലും എന്നെ ഉൾപ്പെടുത്തുക. നിന്റെ സമയം എങ്ങനെ ഉപയോഗിക്കണമെന്നും നിന്റെ ഊർജം എവിടെ ചിലവാക്കണമെന്നും എന്നോട് ചോദിക്കുക. നിന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യവും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു നിമിഷം ശാന്തമായിരിക്കുക. സാവധാനം ശ്വസിക്കുക. എന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിലും ചുറ്റിലും ഉണ്ടെന്ന് തിരിച്ചറിയുക. ഭയത്തോടെയല്ല, മറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ വർഷത്തെ എന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. 2026 ഞാൻ അങ്ങയുടെ കൈകളിൽ തരുന്നു. എന്നെ വഴി നടത്തണമേ എന്ന് നീ നിന്റെ ഉള്ളിൽ പറയുക. നീ പറയുന്ന ഓരോ വാക്കും ഞാൻ കേൾക്കുന്നു. ഈ വർഷത്തെ എന്റെ സ്നേഹത്താൽ ഞാൻ മുദ്രവയ്ക്കുന്നു. കഷ്ടപ്പാടുകൾ ഒന്നുമില്ലാത്ത ഒരു പാത എന്നല്ല ഇതിനർത്ഥം, മറിച്ച് നീ കടന്നുപോകുന്ന ഒന്നിനും നിന്നെ എന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയില്ല എന്ന ഉറപ്പാണ് ഇത് നൽകുന്നത്. ഇത് വെറുമൊരു വർഷത്തിന്റെ തുടക്കമല്ല, എന്നോടൊപ്പമുള്ള നിന്റെ ആഴമേറിയ യാത്രയുടെ പുതിയൊരു ചുവടുവെപ്പാണ്. നീ 2026 ഒറ്റയ്ക്കല്ല കടക്കുന്നത്. നീ എന്റെ പ്രിയപ്പെട്ടവനാണ്, നീ സ്നേഹിക്കപ്പെട്ടവനാണ്. നീ ഈ വർഷം മുഴുവൻ എന്റെ കാവലിലായിരിക്കും. ഞാൻ നിനക്ക് മുൻപേ പോയി നിനക്കക്കായി വഴികൾ ഒരുക്കും. സമാധാനത്തോടെ ഇരിക്കുക. ക്രിസ്ത്യൻ ട്യൂബിന്റെ എല്ലാ കാഴ്ചക്കാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പുതിയ വർഷം നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ദൈവീക സമാധാനത്തിന്റെയും വർഷമായിരിക്കട്ടെ. അവിടുത്തെ കൃപ നിങ്ങളെ എപ്പോഴും വഴി നടത്തട്ടെ. ആമേൻ.